2024 മലയാള സിനിമാ വ്യവസായത്തിന് നഷ്ടം 700 കോടിയോളം രൂപയെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. അഭിനേതാക്കളുടെ പ്രതിഫലത്തിൽ ഗണ്യമായ വർധന. തിയേറ്ററുകളിൽ ആകെ റിലീസ് ചെയ്തത് 204 ചിത്രങ്ങൾ. ഇതിൽ 5 എണ്ണം റീ റിലീസ് ചിത്രങ്ങളിൽ നേട്ടമുണ്ടാക്കിയത് ദേവദൂതൻ മാത്രമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, നമ്മൾ നോക്കുമ്പോൾ പല ചിത്രങ്ങളും വലിയ തോതിൽ ഓടുന്നുണ്ട് എങ്കിലും 700 കോടിയുടെ ഒരു നഷ്ടമാണ് ഈ വർഷത്തെ കണക്കുകൾ നോക്കുമ്പോൾ സിനിമാ മേഖലയ്ക്കല്ലേ? നഷ്ടക്കണക്കാണത്. എന്തൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ നഷ്ടക്കണക്ക് തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ 500-600 കോടി രൂപയുടെ നഷ്ടമായിരുന്നെങ്കിൽ അതിപ്പോൾ കോടികളുടെ കൂടുതൽ അല്ലെങ്കിൽ വർധനവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 700 കോടി രൂപയാണ് ഇത്തവണത്തെ നഷ്ടമെന്ന് പറയുന്നത്. അതിൽ തന്നെ പ്രതിഫലം ഒരു വലിയ പ്രതിസന്ധിയാണ്. താരങ്ങളുടെ പ്രതിഫലം വലിയ പ്രതിസന്ധിയാണെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. 2024 മലയാള സിനിമയിലുണ്ടായ നഷ്ടം 700 കോടിയാണ്. അഭിനേതാക്കളുടെ പ്രതിഫലത്തിൽ ഗണ്യമായ വർധന വന്നിട്ടുണ്ട്. ഇതൊക്കെ സിനിമകൾക്ക് നഷ്ടമുണ്ടാകുന്നതിന് കാരണമായി മാറിയിട്ടുണ്ട്. മാത്രമല്ല 204 ചിത്രങ്ങളാണ് ഈ വർഷം റിലീസിനെത്തിയത്. ഇതിൽ തന്നെ വിരലിലെണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമേ ഹിറ്റായിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം തന്നെ 1000 കോടി രൂപ മുതൽ മുടക്കിൽ ഇറക്കിയ 199 ചിത്രങ്ങൾ അതുണ്ടാക്കിയത് അതിൽ വിജയം നേടാൻ കഴിഞ്ഞത് 26 എണ്ണത്തിന് മാത്രമെന്നും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും വലിയ നഷ്ടം മലയാള സിനിമയ്ക്ക് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. 700 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് ഈ സാമ്പത്തിക വർഷം അല്ലെങ്കിൽ ഈ വർഷം ഇത്തരത്തിൽ മലയാള സിനിമയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അതുതന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നതും. മുൻ വർഷങ്ങളിലും ഇത്തരത്തിലുള്ള വലിയ നഷ്ടം ഈ സിനിമയുടെ നിർമ്മാതാക്കൾക്കുണ്ടായിരുന്നു. ആ നഷ്ടം ഈ വർഷവും തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മി, വലിയ നഷ്ടക്കണക്ക് തന്നെയാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ വർഷം 2024 ഉണ്ടായിരിക്കുന്നത്. 700 കോടിയുടെ നഷ്ടമെന്നാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കിൽ പറയുന്നത്. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.